പ്രിയമുള്ള രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും. ആ റോഡ് സൈഡിലുള്ള ആൾക്കാർ, അതുപോലെ പള്ളിയുടെ വരാന്തയിലിരിക്കുന്നവർ നമ്മുടെ വേദിയിലേക്ക് വന്ന് സദസ്സിലേക്ക് വന്നിരുന്ന് ഈ കാലിയായ കസേരകളൊന്ന് നിറയ്ക്കണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. മന്ദരത്തൂര് മഹല്ല് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ മതപ്രഭാഷണവും അതുപോലെ മജ്‌ലിസ് നൂറ് വാർഷികവും സലാത്ത് ദുആ പോലുള്ള പരിപാടികളും ഇന്നും നാളെയുമായിട്ട് നമ്മുടെ ഈ സദസ്സിൽ നടക്കുകയാണ്. നമ്മുടെ റമദാൻ മാസം ആഗതമായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ റമദാനെ പറ്റി, അതിൻ്റെ പരിശുദ്ധിയും നോമ്പിൻ്റെ മാഹാത്മ്യവും ഒരുപാട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ട് നാടൻ പഴഞ്ചൊല്ല് പോലെ പറയുന്നുണ്ട്, ഇനി എന്തെന്നാണ് ഒരു മുന്നൊരുക്കം, മുളകും മല്ലിയും പൊടിപ്പിക്കുകയും പായും പന്തിരിയും കഴുകി വെച്ചാൽ പോലെ വേറെന്താ നോമ്പിനുമൊക്കെ മുന്നൊരുക്കമുള്ളത്. നമ്മുടെ ഇന്നത്തെ വിഷയവും അതാണ്, റമദാന്റെ മുന്നൊരുക്കം. ഈ റമദാനില് നമ്മൾ ആചരിക്കേണ്ട മര്യാദകളും അതുപോലെ ഉദാഹരണമായിട്ട് രോഗികൾക്ക് നോമ്പ് അങ്ങനെയൊക്കെ നിർബന്ധമാകും. അതുപോലെ അതിനെന്തൊക്കെ പരിഹാരങ്ങളുണ്ട്. ചുരുക്കി ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഇപ്പൊ ഒരു മൂത്ര രോഗമുള്ള ഒരു വ്യക്തിക്ക് വെള്ളം കുടി ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. കാഴ്ചക്ക് അയാൾക്ക് ഒരു രോഗം നമുക്ക് തോന്നുകയില്ല, പക്ഷേ അയാൾക്ക് വെള്ളം നിർബന്ധമാണ്. അപ്പോ നമ്മുടെ കർമ്മശാസ്ത്രപരമായിട്ട് പറയും, മുത്ത് കൊടുത്താൽ മതി, പിന്നീട് അത് നുഴച്ചു വീടിയാൽ മതി എന്നൊക്കെയാണ് നമ്മുടെ കർമ്മശാസ്ത്ര പ്രകാരം പറയുന്നത്. പക്ഷേ അത് എത്ര കാലം വരെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകണം, ഇതൊന്നും നമുക്ക് അറിയില്ല. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെയധികം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ഇന്നത്തെ പ്രഭാഷകൻ സ്വാലിഹ് ഫൈസി നമുക്ക് വിവരിച്ചു തരും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ നോമ്പ്, നമസ്കാരം, ഇതിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ഒരു വെള്ളിയാഴ്ച പള്ളിയിൽ വെച്ചൊരു അനുഭവം ഉണ്ടായി. ജുമാ നമസ്കാരത്തിന് മുഅദ്ദിൻ വാളെടുത്ത് ഖതീബിനെ മിമ്പറിലേക്ക് ക്ഷണിക്കുന്നു. ഈ സമയത്ത് മുമ്പിലത്തെ സെഫിന്റെ 2ാമത്തെ സെഫില് ഖതീബിന്റെ മുൻവശമായി ഇരുന്നു കൊണ്ട് ഒരു വ്യക്തി തസ്ബീഹ് എടുത്തിട്ട് ചെറു ദിക്ർ ചൊല്ലുകയാണ്. ഇദ്ദേഹത്തിന് ഈ ഖതീബിന്റെ ഖുതുബയോ മറ്റുള്ള കാര്യങ്ങളോ ഒരു പ്രശ്നവുമില്ല. തസ്ബീഹ് എടുക്കുക, ഇയാളൊരു പൊള്ളുന്ന ചേമ്പ് വായിലിട്ടതുപോലെ ബഹളം ഉണ്ടാക്കുന്നു. അടുത്തുള്ള എനിക്കും അരോചകമായി, അപ്പുറമുള്ള ആൾക്കാർക്കും ഇത് അരോചകമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ, ജുമാ കഴിഞ്ഞപ്പോൾ ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, അല്ല ഉസ്താദെ, ഇതിന്റെ വിധി എന്തെന്നാ? കാരണം ഖുതുബ നടത്തുമ്പോൾ സംസാരിക്കാൻ പാടില്ല, പക്ഷേ ദിക്ർ ചെല്ലാൻ ഈ ഖുതുബ ശ്രദ്ധിക്കാതെ ദിക്ർ ചെല്ലാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു. ഉസ്താദ് പറഞ്ഞ് അയാൾക്ക് ചിലപ്പോ ജുമ കിട്ടുകയില്ല. അപ്പോൾ അതിന്റെ വിധി ഒരു വ്യക്തമായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ഇതുപോലുള്ള ഒരുപാട് സംശയങ്ങൾ നമുക്ക് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ തീർക്കാൻ വേണ്ടിയാണ് നമ്മുടെ മന്ദരത്തൂർ മഹല്ല് കമ്മിറ്റി ഇതുപോലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നാളെ നമ്മുടെ മജ്‌ലിസ് നൂർ വാർഷികവും സലാത്ത് ദുആ
ഭക്ഷണ വിതരണം ഇതൊക്കെ നടക്കുന്നുണ്ട്. മന്ദിരത്തൂരിലെ ഈ മഹലിലുള്ള എല്ലാ ആൾക്കാരും വളരെ സജീവമായി വന്ന് നമ്മുടെ പരിപാടി വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇനി ആ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടിക്ക് ഇവിടെ എത്തിയ പ്രഗത്ഭ വാഗ്മിയും പണ്ഡിതനുമായ സ്വാലിഹ് ഫൈസി അവർകളാണ്. അദ്ദേഹത്തിന് ഈ കമ്മിറ്റിയുടെ പേരിലും ദീനുൽ ഇസ്ലാമിന്റെ പേരിലും കൂടി ഞാൻ സ്വാഗതം അരുളുന്നു. അതുപോലെ നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് സ്വാഗത സംഘം കമ്മിറ്റി ചെയർമാനും മന്ദിരത്തൂർ മഹല്ല് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായ AK ഇബ്രാഹിം ഹാജിയാണ്. അദ്ദേഹത്തെ ഇതിനെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ഈ മഹല്ലിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഓടി നടന്നുകൊണ്ട് സ്വന്തം പോക്കറ്റിൽ നിന്ന് തന്നെ പൈസ ചെലവാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും നടത്തി വിജയിപ്പിക്കുന്ന നമ്മുടെ മഹല്ല് ഖത്തീബ് അബ്ദുസലാം ബാക്കവി അവർകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തിന് കമ്മിറ്റിയുടെ പേരിൽ ഞാൻ സ്വാഗതം അരുളുന്നു. പിന്നീട് നന്ദി, ഈ പരിപാടിയുടെ നന്ദി അവതരിപ്പിക്കുന്നത് K അഷ്റഫ് മാസ്റ്ററാണ്. അദ്ദേഹത്തിന് ഞാൻ ഹാർദവമായി സ്വാഗതം അരുളുന്നു. അതുപോലെ നമ്മുടെ മദ്രസയിലെ അധ്യാപകര് സദസ്സിലുണ്ട്. അവർക്കും ഈ വേദിയിൽ വെച്ച് ഈ വേദിയിൽ വെച്ച് ഞാൻ സ്വാഗതം അരുളുന്നു. അതുപോലെ നമ്മുടെ മന്ദിരത്തൂർ മഹല്ലിന്റെ ആരാധ്യനായ സെക്രട്ടറി ഹാഷിം അവർകള് വേദിയിലുണ്ട്. അദ്ദേഹത്തിന് ഞാൻ കമ്മിറ്റിയുടെ പേരിൽ ഊഷ്മളമായി സ്വാഗതം അരുളുന്നു. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇന്ന് നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയത്. അദ്ദേഹത്തിന് കമ്മിറ്റിയുടെ പേരിൽ ഞാൻ സ്വാഗതം അരുളുന്നു. മദ്രസ അധ്യാപകരെ ഞാൻ പറഞ്ഞു. ഇനി വേദിയിൽ ഇരിക്കുന്ന എല്ലാ സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും ആരെയും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അരുളിക്കൊണ്ട് നമ്മുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇബ്രാഹിം ഹാജിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി അജ്മഈൻ. നമ്മുടെ ബഹുമാനപ്പെട്ട സ്വാലിഹ് ഫൈസി സദസ്സിൽ നിങ്ങളെ പ്രബോധനം ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. നിങ്ങളും അദ്ദേഹത്തിൻ്റെ സംസാരം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. റമദാനെ സംബന്ധിച്ച് ഒരുപാട് മസലകളും മറ്റും അദ്ദേഹത്തിന് ശ്രമിക്കാം. അതിനെപ്പറ്റിയൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഇന്നും നാളെയുമായിട്ട് 2 ദിവസത്തെ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചത് ഇന്ന് റമദാൻ മുന്നൊരുക്കം എന്ന വിഷയത്തെപ്പറ്റി ഉസ്താദ് സംസാരിക്കുകയും നാളെ മജ്ലിസ് നൂർ സലാത്ത് വാർഷികം ഭക്ഷണ വിതരണം ഭക്ഷണങ്ങളിൽ ഓഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പലരും.
നല്ല നിലക്ക് നമ്മളെ ഉദ്ദേശങ്ങളെല്ലാം അള്ളാഹു നിറവേറ്റി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മഹല്ല് ഖത്തീബ് അവരുകളാണ്. അവരുടെ ഈ മഹത്തായ വേദിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മഹല്ല് പ്രസിഡന്റ് വലിയാണ്ടി അഹമ്മദ് ഹാജി, നമ്മുടെ സ്വാഗത സംഘം ചെയർമാൻ എ കെ ഇബ്രാഹിം ഹാജി, ഈ സ്വാഗത സംഘത്തിൻ്റെ കൺവീനർ റൂബി അബ്ദുറഹ്മാൻ മാസ്റ്റർ, ബഹുമാന്യനായ മഹല്ല് സെക്രട്ടറി ഹാഷിം ഹാജി, ഇന്ന് നമുക്ക് ഉപദേശങ്ങൾ നൽകാൻ ഇവിടെ എത്തിച്ചേർന്ന സാലിഹ് ഫൈസി കീഴ്ശ്ശേരി, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഈ മഹല്ലിലെ നല്ലവരായ സഹോദരി സഹോദരന്മാർ, പിഞ്ചുമക്കൾ, എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ മഹത്തായ സദസ്സിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ഒരുപാട് 2-3 വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ ചിന്തയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് മജ്‌ലിസുൻ നൂർ വാർഷികമായി കൊണ്ടാടണം എന്നുള്ളത്. ആ ഒരു വിഷയം ബഹുമാനപ്പെട്ട മഹല്ല് കമ്മിറ്റിയുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ, അങ്ങനെ ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതെത്രയും പെട്ടെന്ന് തന്നെ നടത്താമെന്നുള്ള മറുപടി ലഭിക്കുകയും, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് 2 ദിവസത്തെ മതപ്രഭാഷണം സംഘടിപ്പിക്കേണ്ടതുണ്ട് എന്ന് ബഹുമാനപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളിൽ നിന്ന് തന്നെ ചില നിർദ്ദേശങ്ങൾ ഉണ്ടാവുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് റമദാനിൻ്റെ മുന്നോടിയായി നമ്മൾ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. കുട്ടികളുടെ പരീക്ഷയാണെന്നൊക്കെ അറിയാം, എങ്കിൽ പോലും മനസ്സിൽ വല്ലാതെ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു. പല സ്ഥലങ്ങളിലും മജ്‌ലിസുൻ നൂർ വാർഷികവും സലാത്തുകളൊക്കെ കൊണ്ടാടുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, എൻ്റെ മഹല്ലിൽ ഈ മജ്‌ലിസുൻ നൂറിൻ്റെ വാർഷികം എപ്പോഴാണ് കൊണ്ടാടുക എന്നിങ്ങനെ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചു പോവാറുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനുള്ള അവസരം വന്നിരിക്കുകയാണ്. നാളെയാണ് ആ ധന്യമായ മുഹൂർത്തം നമ്മളിലേക്ക് വന്നു ചേരുന്നത്. ഇൻഷാ അല്ലാഹ് പരിപാടിയിലും ദുആ സമ്മേളനത്തിലും സ്വലാത്തിലും മജ്‌ലിസുൻ നൂറിലൊക്കെ പങ്കെടുക്കാനും പുണ്യം നേടാനും അള്ളാഹു എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ കാത്തിരിക്കുന്നത് സാലിഹ് ഫൈസിയുടെ പ്രഭാഷണത്തിന് വേണ്ടിയാണ്. ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗം നീട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ടവരുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി തന്നെയാണ്. നമ്മുടെ മഹല്ലത്തിന് ഒരു പുതുജീവൻ നൽകിക്കൊണ്ട് ഒരുപാട് കാലം അതിശക്തമായ വെയിലുണ്ടാവുകയും ആ വെയിലിൽ നിന്ന് താൽക്കാലികമായി രക്ഷ കിട്ടാൻ വേണ്ടി ഒരു മഴ പെയ്താൽ നമ്മുടെ ഹൃദയമൊക്കെ, നമ്മുടെ നാടും നഗരവും അതുപോലെ തന്നെ ഗ്രാമങ്ങളൊക്കെ കിളിർത്ത് ചെടികളും മരങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കും. അതുപോലെ റമദാനിൻ്റെ മുന്നോടിയായി നമുക്ക് റമദാനിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ഇബാദത്തുകളെ കുറിച്ചും കുറച്ച് അറിവുകൾ ലഭിക്കുമ്പോൾ അത് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാനും കൂടുതൽ അറിവുകൾ കരസ്ഥമാക്കാനും നമ്മുടെ ആരാധനക്ക് ഊർജ്ജം ലഭിക്കാനും അത് വളരെ ഗുണകരമായിരിക്കും എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് കിട്ടുന്ന അറിവുകൾ അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുകയും അത് നമ്മുടെ ആരാധനയിലേക്ക് കൊണ്ടുവരികയും എന്നിട്ട് അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് ശ്രമിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മറ്റൊരു കാര്യം, ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ വലിയ ഭീമമായ സംഖ്യ ആവശ്യമുണ്ട്. നിങ്ങളെല്ലാവരും തന്നെ ഒരു സാമ്പത്തിക ലക്ഷ്യം വെച്ചുകൊണ്ടല്ല പരിപാടി സംഘടിപ്പിച്ചെങ്കിൽ പോലും ഈ പരിപാടി വിജയിപ്പിക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും കടമയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇതിന് ആത്മാർത്ഥമായി
നല്ല സംഭാവനയും സഹായമൊക്കെ ചെയ്ത് നമ്മുടെ പരിപാടി നല്ല വിജയത്തിലെത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും നമ്മോട് ഇന്ന് ഇവിടെ പ്രഭാഷണം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന ഉസ്താദിനെയും എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പരിശുദ്ധമായ ഖുർആൻ വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഈ പ്രൗഢഗംഭീരമായ ഉദ്ഘാടന സെഷൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനപ്പെട്ട സ്വാലിഹി ഫൈസിയെ മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا ومعشوقنا ومرشدنا ومنجينا وهادينا ومصطفانا محمدا صلى الله عليه وسلم أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون صدق الله مولانا العلي العظيم وقال سيدنا ونبينا محمد صلى الله عليه وسلم يا أيها الناس قد أضلكم شهر مبارك شهر رمضان شهر مبارك شهر عظيم يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي
خائف وجل يا نعمة الله إني مفلس عني وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني واعلموا أمة سيدنا محمد اللهم صل وسلم وبارك عليه. സമയം ചോദിച്ചാൽ പിന്നെ അയാൾ കുറെ നീട്ടി പറഞ്ഞു അല്ലെ കുറച്ച് രണ്ടും പറയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് നമ്മൾ തുടങ്ങിയത്. അപ്പോ അല്ലാഹു തആല നമ്മിൽ നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദ് അവர்கள், ബഹുമാനപ്പെട്ട ഈ യോഗാധ്യക്ഷൻ ഇബ്രാഹിം ഹാജി, സ്വാഗത ഭാഷണം നടത്തിയ അബ്ദുറഹ്മാൻ മാസ്റ്റർ, അതേപോലെ വേദിയിൽ സദസ്സിലൊക്കെ ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട, എനിക്ക് ഈ നാട്ടിൽ ഏറ്റവും പരിചയമുള്ള, ഇടക്കിടക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഹജ്ജുമായി ബന്ധപ്പെട്ടോ മറ്റോ ഒക്കെ ഉണ്ടാകുമ്പോൾ വിളിച്ച് ക്ലിയർ ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഈ പരിസരത്തെ ദീനീ ഖാദിമും കൂടിയായ ബഹുമാനപ്പെട്ട ഹാഷിം ക ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, മാതായ ഈ സദസ്സിലെ സാന്നിധ്യങ്ങളായ സഹോദര സഹോദരിമാരെ, പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് നമ്മുടെ ഈ സദസ്സ് വലിയ അമലായി സ്വീകരിക്കട്ടെ. ആമുഖം ഒരുപാട് നീട്ടി പറയുന്നില്ല, അതിൻ്റെ ആവശ്യം വൈകിയ വേളയിൽ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. അല്ലാഹു നമുക്ക് നല്ലത് പറയാനും അത് കേൾക്കാനും അതനുസരിക്കാനും ജീവിതത്തിൽ പകർത്താനും എനിക്കും നിങ്ങൾക്കും ഒക്കെ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റ്, ബുദ്ധിമുട്ടാവോ? ഇല്ലല്ലോ, ഒന്ന് എഴുന്നേൽക്കും, ഒരു 3 സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കാം. ഒന്നുമല്ല, ഒന്ന് റീഫ്രഷ്, അങ്ങനെയൊക്കെ പറയില്ലേ, തുടക്കത്തിന് റീഫ്രഷ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. നേരത്തെ സാറിന് എനിക്കൊന്ന് കുറച്ച് പറഞ്ഞോ, നിങ്ങൾ എന്താണോ ചേഞ്ച് ചെയ്തത് റെഡിയാക്കണം. ഇന്നലെ ഒരു സ്ഥലത്തൊരു പരിപാടിക്ക് പോയി, വേണ്ട പോലെ അവിടുത്തെ സിസ്റ്റം ശരിയായില്ല, അതുകൊണ്ട് തൊണ്ട അടിച്ചു പോയി. സാരമില്ല. ബഹുമാനികളെ, ഞാൻ ഈ മഹല്ല് ജമാഅത്തിനെ അഭിനന്ദിക്കുന്നു. കാരണം റമദാൻ മുന്നൊരുക്കം എന്ന ഒരു ടൈറ്റിൽ കൊടുത്ത് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് അതൊരു വലിയ കാര്യം. അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ചെയ്ത പണിയാണ്. അതങ്ങനെ തന്നെ നമ്മൾ ഇവിടെ പകർത്തി. അൽഹംദുലില്ലാഹ്. അത് തന്നെയാണ് മഹല്ല്, അതിനാണ് മഹല്ല്. ഊർജ്ജസ്വലനായ ഒരു ഉസ്താദ്, സഹകാരികളായ ആവേശമുള്ള മഹല്ല് ജമാഅത്തും ഏത് നന്മക്കും സഹകരിക്കുന്ന നാട്ടുകാരായ ഞങ്ങളും, ആണുങ്ങൾ അതിലേറെ പെണ്ണുങ്ങൾ, എല്ലാ അർത്ഥത്തിലും നമ്മുടെ നാട് അനുഗ്രഹീതമാണ്. ഈ വിനീതം തന്നെ ഇവിടെ വരുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3-4 പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ടാവും.
എനിക്ക് നല്ല പരിചയമുണ്ട് നമ്മുടെ പള്ളി. നോമ്പിന് എന്തായാലും അധിക റമദാനിലും ഇവിടെ വരാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതേപോലെ ശഅബാനിൽ ഇതുപോലെ ഒരു ദിവസം സ്വഹാബികളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ഹബീബായ നബി തങ്ങൾ അവരോട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖദ് അദല്ലക്കും ശഹ്റുൻ മുബാറക്, ഇതാ അനുഗ്രഹീതമായ ഒരു മാസം വരാൻ പോവാണ്. ഇതേപോലെ സ്വഹാബികൾ ഇതുപോലെ വിളിച്ചുകൂട്ടി നബി തങ്ങൾ പറയാണ്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖദ് അദല്ലക്കും ശഹ്റുൻ മുബാറക്, ഒരു അനുഗ്രഹീത മാസം നിങ്ങൾക്ക് ഇതാ വരാൻ പോവാണ്. ശഹ്റു റമദാൻ, ഏതാ മാസം? റമദാൻ മാസം. നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് നോക്കണേ, എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ഞാൻ അവസാനിപ്പിക്കാം, ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. ശഹ്റുൻ മുബാറകുൻ ശഹ്റുൻ അദീം, വലിയ മഹത്തായ മാസം, അനുഗ്രഹീത മാസം. നിബിധങ്ങളെ ആ ഒരു മാസത്തെ പരിചയപ്പെടുത്തുന്ന ഒരു ശൈലി നോക്കലെങ്കിൽ അനുഗ്രഹീതം, മഹത്വമേറിയത്, ഇതാ നിങ്ങൾക്കിതാ വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത ആകാംക്ഷ സ്വഹാബികളുടെ മനസ്സിലേക്ക് കടത്തി വിട്ടിട്ടാണ് ഹബീബായ നബി തങ്ങൾ റമദാനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. എന്നിട്ട് പറയാം, നിങ്ങൾക്കറിയോ, 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു രാവ് ആ മാസത്തിലുണ്ട്. നിങ്ങൾക്കറിയോ? തങ്ങൾ പറയാം, ജലല്ലാഹു സിയാമഹു ഫരീള വഖിയാമ ലൈലതിഹി തതവ്വുആ. ആ മാസത്തിൽ നോമ്പെടുക്കൽ അല്ലാഹു ഫർളാക്കി. ആ മാസത്തിലെ രാവുകളെ നിസ്കാരം കൊണ്ട് ധന്യമാക്കൽ അല്ലാഹു സുന്നത്തുമാക്കി. ഒരു സുന്നത്തിന് ഫർദിന്റെ പ്രതിഫലം, ഒരു ഫർദിന് 70 ഫർദിന്റെ പ്രതിഫലം. തങ്ങൾ അങ്ങനെ വർണ്ണിച്ചു കൊടുക്കുക മാസം. സ്വഹാബികൾ ആകാംക്ഷാഭരിതരായി. നമുക്ക് പിന്നെ കുറെ കേട്ട പരിചയമുണ്ട്, എന്ത് പറഞ്ഞാലും നമുക്കൊന്നും വരില്ല. വലിയ ആകാംക്ഷ നമുക്കുണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ എത്ര കേട്ടതാ എന്ന രീതിയിൽ നമ്മൾ അങ്ങനെ ഇരിക്കും. നബിയുടെ സ്വഹാബികളും നമ്മളും തമ്മിൽ വലിയ അന്തരമുണ്ട്, ചെറിയ അന്തരല്ല. നബി എന്ത് പറഞ്ഞു അതിന്റെ മാക്സിമം ലെവലിലാണ് അവർ എടുക്കുക. നിസ്സാരമായിട്ട് ഒരിക്കലും കാണില്ല. അതിന്റെ മാക്സിമം ലെവലിലാണ് അവർ ഉൾക്കൊള്ളുക. അതാണ് സ്വഹാബത്തിന്റെ പ്രത്യേകത. നേരത്തെ സ്വാഗത ഭാഷണത്തിൽ ബഹുമാനപ്പെട്ട മാഷവർകൾ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചു. നോമ്പിനെ കുറിച്ച്, നോമ്പിന്റെ മസായിൽ, നോമ്പിന്റെ നിയമങ്ങൾ, നോമ്പ് എന്ന ആരാധനയുടെ ബാഹ്യമായ അതിന്റെ നിയമങ്ങൾ, അതിന്റെ മാനദണ്ഡങ്ങൾ, അതേക്കുറിച്ചൊക്കെ സൂചനയുണ്ടാകണമെന്ന് മാഷ് നേരത്തെ സൂചിപ്പിച്ചു. അനിവാര്യമാണ്. ഒരു വിഷയം നമ്മൾ ചെയ്യാൻ ഇറങ്ങുമ്പോൾ അതേക്കുറിച്ച് പഠിക്കലാണ് പ്രധാനം. പഠിച്ചിട്ട് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാർ പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് പറയുന്നത്. പക്ഷേ അതിനു മുമ്പ് പറയുന്നത് ഫഅലം, പഠിക്കണം. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠനമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തിനാണ് നോമ്പതാദ്യം പറയുന്നത്? എന്നിട്ട് നമുക്ക് അതേക്കുറിച്ച് പറയാം. എന്തിനാണ് നോമ്പ്? എന്തിനാണ്? കൊളസ്ട്രോളും ഫാറ്റി ലിവറും അനുബന്ധ ഷുഗറും പ്രഷറും താളം തെറ്റിയ ജീവിത ശൈലിയെ ക്രമപ്പെടുത്താൻ, താളം തെറ്റിയ ബോഡിയുടെ സഞ്ചാരത്തെ ഒന്ന് ശരിപ്പെടുത്താൻ അള്ളാഹു സംവിധാനിച്ചതാണ് നോമ്പ് എന്ന് നമ്മൾ വിചാരിച്ചെങ്കിൽ നമുക്ക് തെറ്റി. ആ നോമ്പ് TN പ്രതാപൻ എടുക്കുന്നുണ്ട്, തൃശ്ശൂർ MP. അതുകൊണ്ട് നോമ്പ് അത് പട്ടിണി കിടക്കുന്നവന് നോമ്പ് നിർബന്ധമാണല്ലോ. തടി ശരിപ്പെടുത്താനാണ് പട്ടിണി കിടക്കുന്നവന് എന്തിനാ നോമ്പ്? അതിന്റെ ആവശ്യമില്ലല്ലോ. നോമ്പ് എന്തിനാ? ഞാനിത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പെണ്ണുങ്ങൾ അവിടെ ഇരുന്ന് ഉറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഉറങ്ങരുതേ പെണ്ണുങ്ങളെ.